പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റിലൂടെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻഡെക്സുകളായ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ഈ 3 ഇൻഡെക്സുകളുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിനു മുൻപ് പല വീഡിയോകളിലും നമ്മൾ വിശദമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതിന് പറ്റാത്ത ചില സാഹചര്യങ്ങൾ സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡിംഗ് അറിയുന്ന ഏതൊരു വ്യക്തിക്കും സപ്പോർട്ടും റെസിസ്റ്റൻസും ലെവലുകളും മനസ്സിലാക്കിയാൽ മതി. അവർക്ക് അത് വെച്ച് ട്രേഡ് ചെയ്യാൻ കഴിയും. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചോ ട്രേഡിങ്ങിനെ കുറിച്ചോ കൂടുതൽ അറിയാനോ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി നമ്മളുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഏത് സമയത്തും, അത് രാവെന്നോ പകലെന്നോ ഇല്ല. നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലയൻസും അവരോട് ചോദിച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് താഴെ തന്നെ കമൻറ്റ് മുഖേന നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് സമയത്ത് ചോദിച്ചാലും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ആ നിമിഷം തന്നെ റീപ്ലൈ കൊടുത്തിരിക്കും. ചിലപ്പോൾ ചില ഇവൻസിലോ ഫങ്ഷനിലോ അതുപോലുള്ള വല്ല തിരക്കിലുമാണെങ്കിൽ പിന്നീടേക്ക് മാറ്റിവെക്കാം. അങ്ങനെ മാറ്റിവെച്ച് ഓർമ്മയില്ലാതെയും സംഭവിക്കാം. മനുഷ്യനാണല്ലോ. അപ്പോൾ മനുഷ്യ സഹജമായ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും. ആർക്കും മറവികളും അതുപോലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ മനഃപൂർവ്വം മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഇന്ന് വരെ കാണിച്ചിട്ടില്ല. ഏതായിരുന്നാലും അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് 2023 ജനുവരി മുതൽ 2024 ആഗസ്റ്റ് വരെ നമ്മുടെ ഇന്ത്യയിൽ 6 കോടി പുതിയ ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തത്. പ്രത്യേകിച്ചും ഈ ഒരു വർധനവ് കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കാണ് ഇപ്പോൾ പറഞ്ഞത്. അതിനു മുമ്പേ 2022 അല്ലെങ്കിൽ 2021 മുതലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല കോടി പുതിയ അക്കൗണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ പുതുതായി വന്നു. പക്ഷേ ഈ വന്നവരെല്ലാം സ്റ്റേബിളായിട്ട് മാർക്കറ്റിൽ നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നഗ്നസത്യം കൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരുപാട് പേര് അവരുടെ വരുമാനം അല്ലെങ്കിൽ അവരുടെ സേവിങ്സ് ബാലൻസ് കൊണ്ട് ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ മതിയായ രൂപത്തിലുള്ള ജ്ഞാനമില്ലാതെയും അതല്ലെങ്കിൽ മാർക്കറ്റിനെക്കുറിച്ചുള്ള ശരിയായ ദിശാബോധമില്ലാതെയും എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെ വന്ന ഒത്തിരി പേർക്ക് ഒരുപാട് പണം നഷ്ടപ്പെട്ട് അക്കൗണ്ട് തന്നെ മരവിപ്പിച്ച് പോയി തിരിച്ചു പോയ ആളുകളുമുണ്ട്. ഈ 10 കോടി ജനങ്ങൾ 10 കോടി പുതിയ അക്കൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ 2-3 കോടി അക്കൗണ്ടുകൾ മാത്രമേ ഉണ്ടാവൂ. അത് ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും ഒരു അനലിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കൊറോണയ്ക്ക് ശേഷമുണ്ടായിരുന്ന ആ ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സംശയങ്ങളുമായോ നമ്മുടെ PMൽ വരുന്നില്ല എന്നുള്ളത് അല്ലാതെ തന്നെ പലതരത്തിലും ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീഡിയോ അല്ല മറ്റുള്ള ഏതൊരു യൂട്യൂബ് കണ്ടൻറ്റ് എടുത്ത് നോക്കിയാലും അതിലൊക്കെ വരുന്ന കമൻറ്റുകൾ നോക്കിയാലും അതിലൊക്കെ വരുന്ന വ്യൂസുകൾ നോക്കിയാലും വളരെയധികം കുറഞ്ഞ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് വേണ്ട നമ്മുടെ പണം നഷ്ടം ആകുന്നു, നമുക്കൊന്നും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടും മാറി നിൽക്കുന്നവർക്കും കുറച്ച് ചിന്തിച്ച് വളരെയധികം ശ്രമം എടുക്കാതെ, അതായത് ഒരുപാട് റിസ്ക് എടുക്കാതെ വളരെ റിലാക്സായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ചെറിയ തോതിലുള്ള വരുമാനമൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും മാറി
ഇത്രയേ പോയുള്ളൂ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ തിരിച്ച് വരണ്ട. അതായത് ഈ ഒരു വാക്ക് കേട്ട് നിങ്ങൾ തിരിച്ച് വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു മെൻറ്ററുടെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പാഷനായി എടുക്കാതെ, ഇപ്പോൾ പലരും രാവിലെ 9 മണിക്ക് ഡിവൈസിന് മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം, അതായത് ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെയും ഇത് നോണ്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അതിൽ പ്രത്യേകിച്ചും പുതിയ ട്രേഡർമാർക്കാണ് ആ ഒരു സ്വഭാവമുള്ളത്. അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് പൂർണ്ണമായ ഒരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ആ ട്രേഡിങ്ങിലുള്ള ജ്ഞാനക്കുറവാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രാവിലെ മാർക്കറ്റിൽ വരുമ്പോൾ മാർക്കറ്റിൽ കുറച്ച് റിലാക്സായി ഇരുന്ന് ഒരു 1/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിനടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റ് എന്താണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പ് ട്രെൻഡാണോ, ഡൗൺ ട്രെൻഡാണോ, അല്ലെങ്കിൽ സൈഡ് വേ മാർക്കറ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോ ക്യാൻഡിൽ ഇറങ്ങും തോറും അതിൻ്റെ 1.5 അല്ലെങ്കിൽ ഡബിളോ ക്യാൻഡിൽ കയറിപ്പോവും. അതാണ് അപ്പ് ട്രെൻഡ്. അങ്ങനെയാണ് നമുക്ക് അപ്പ് ട്രെൻഡ് മനസ്സിലാക്കാൻ കഴിയുക. തിരിച്ചും ഡൗൺ സൈഡിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. സൈഡ് വേയിലേക്ക് പോകുമ്പോഴും സിഗ്സാഗായിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സൈഡ് വേ മാർക്കറ്റാണ് എന്ന് പറഞ്ഞ് വൈകുന്നേരം വരെ അങ്ങനെ സംഭവിച്ചോളന്നില്ല. ഇടയ്ക്ക് ഒരു ഹൈക്കൊക്കെ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ട്രെൻഡ് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്, നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ഇപ്പോൾ ട്രെൻഡിന് എഗെയിൻസ്റ്റായിട്ട് നമുക്ക് ട്രേഡ് എടുക്കാം, കുഴപ്പമില്ല. ഒരു 10 പോയിൻ്റ് 15 പോയിൻ്റൊക്കെ ട്രെൻഡിന് എഗെയിൻസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ അതിനൊരു വീക്ഷണം വേണം, ദീർഘവീക്ഷണം വേണം. ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഒരുപാട് ക്യാൻഡിലുകൾ, ഇപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാൻഡിലുകൾ ഒരേ നേർരേഖയിൽ, അതായത് ഇപ്പോൾ 250 എന്നുള്ള ഒരു പ്രൈസിൽ വന്ന് തട്ടി താഴേക്ക് തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 250 എന്നുള്ള 251 52 എത്തിയേക്കാം, ചിലപ്പോൾ 248 249 വരെയൊക്കെ വന്നേക്കാം. എന്നിട്ട് പക്ഷേ അതിനു മുകളിൽ ഫർദറായ ഒരു ബ്രേക്ക് ഔട്ട് നടത്തുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായൊരു ബോധ്യം, ഒരു ഉറപ്പും കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നും എന്ത് ചെയ്യാം, എഗെയിൻസ്റ്റായിട്ട് നമുക്ക് എടുത്തു പോകാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സിമ്പിളായിട്ടൊരു 15-20 പോയിൻ്റ് കിട്ടും. നമ്മൾ അങ്ങനെ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡിന് എഗെയിൻസ്റ്റായിട്ടും നമുക്ക് ഈ രൂപത്തിലെടുക്കാം. അതല്ലാതെ മാർക്കറ്റ് ട്രെൻഡിന് അനുസരിച്ച് പോകുമ്പോൾ ഓരോ ക്യാൻഡിലുകളുടെയും വേഗതയും അതിൻ്റെ പെർഫോമൻസും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് മുകളിലേക്ക് പോയ ഉടനെ ഇത് മുകളിലേക്കാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചാടി എടുക്കുന്നതിന് പകരം എപ്പോഴും ഏത് ട്രെൻഡാണെങ്കിലും ഒരു റീട്രേസ്മെൻ്റ് ഉണ്ടാവും. ചെറുതായിട്ട് താഴേക്ക് വരും. ഇപ്പോൾ ഓപ്പൺ ചെയ്തതും ഒരു 2-3 പോയിൻ്റ് മുകളിലേക്ക് പോയി അവിടെ ഒന്ന് ചെറുതായിട്ട് ഒരു 10 സെക്കൻഡ് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷമായിരിക്കാം തിരിച്ച് താഴെ ഓപ്പൺ ചെയ്ത ആ റേറ്റ് വരെ വന്ന് ചിലപ്പോൾ അതിനും താഴെ വന്നേക്കാം, 2, 3, 4 പോയിൻ്റ് അതിനും താഴെ വന്നേക്കാം. അപ്പോഴൊന്നും നമ്മൾ പാനിക്കാവാതെ അവിടെ പിടിച്ച് നിന്ന് പെട്ടെന്ന് ചാടിക്കയറാതെ ഈ ഡൗൺ സൈഡ് വന്നതിന് ശേഷം ഒരു 3-4 പോയിൻ്റ് താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ക്യാൻഡിലിൻ്റെ ഓപ്പൺ റേറ്റിൽ നിന്ന് നമുക്ക് ധൈര്യമായി എടുത്തു പോകാം. ഈ ട്രെൻഡിൽ അപ്പ് സൈഡാണെങ്കിൽ അപ്പ് സൈഡ്, ഡൗൺ സൈഡാണെങ്കിൽ ഡൗൺ സൈഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. മറ്റൊരു കാര്യം, നമ്മൾ രാവിലെ വരുന്നു, ട്രേഡ് എടുക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റൊരു പ്രയാസം കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മിനിമം ഒരു സിംഗിൾ ലോട്ട് എടുക്കണമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ ഒരു 250-300 രൂപയുടെ അടുത്ത് ഒരു ക്വാണ്ടിറ്റിക്ക് വരുമ്പോൾ, ഒരു സ്ട്രൈക്ക് പ്രൈസ് വരുമ്പോൾ 75x300 അല്ലെങ്കിൽ 75x250 പറയുമ്പോൾ ഒരു 20 രൂപയിൽ 20 to 25K. ഓക്കെ, അപ്പോൾ ഇത്രയും പൈസ
നമുക്കിപ്പോൾ മാർജിനായിട്ട് ആവശ്യമുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. അതിന് ബാങ്ക് നിഫ്റ്റിയിലേക്കും ഫിൻ നിഫ്റ്റിയിലേക്കും മിഡ് ക്യാപ്പിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ഇപ്പം മിഡ് ക്യാപ്പ് 120 ക്വാണ്ടിറ്റിയാണ് 1 ലോട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇത്ര 25,000 രൂപ നമ്മൾ കയ്യിൽ വെച്ചിട്ട് രാവിലെ എടുക്കുന്ന ട്രേഡ് നമുക്ക് ഒരു 1000-ഓ 1500-ഓ അല്ലെങ്കിൽ 2000-ഓ കിട്ടിയാൽ ചിലപ്പോൾ കിട്ടും. അതായത് നമ്മൾ രാവിലെ എടുക്കുന്ന ട്രേഡ് അത്രയും സൂക്ഷ്മതയോടെയും അത് ആ ഒരു സൈഡിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും 90%. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ മോർണിംഗ് ഒരു മാർക്കറ്റ് തുറന്ന് 10 മണിക്കുള്ളിൽ എടുക്കുന്ന ട്രേഡ് 90% നമ്മൾ പ്രോഫിറ്റിലായിരിക്കും അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ട്രേഡിംഗ് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുക ഈ 9:30 അല്ലെങ്കിൽ 9:15 to 10:15 അവിടെ നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നമുക്കതിന് ശേഷം ട്രേഡ് ചെയ്താലും ചിലപ്പോൾ ലഭിച്ചേക്കാം. നമ്മൾ അത്രയും പെർഫെക്റ്റായിട്ട് സൂക്ഷിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു അതിന് ശേഷം വരുന്ന ഓരോ ട്രേഡും ഒരു 4-5 ട്രേഡ് അതിന് ശേഷം എടുത്താലും നമ്മൾ പ്രോഫിറ്റിലായേക്കാം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും ഇപ്പോൾ പറയാനുള്ളത്, നമ്മൾ രാവിലെ എടുക്കുന്ന ആ ട്രേഡ് നിങ്ങൾക്ക് 1000-ഓ 2000-ഓ, ഇപ്പോൾ 25,000 രൂപയാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ഒരു 10-15 പോയിൻ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ടൊരു 1000-ഓ 1200-ഓ 1300-ഓ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ കൂടുതലുള്ളവർക്ക് 2 ലോട്ട് 3 ലോട്ട് എടുക്കുന്നവർക്ക് ഇൻറ്റു 2 or 3. ഓക്കെ, അപ്പോൾ 2K അല്ലെങ്കിൽ 2.5K ആ ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടാവും. മിനിമം 1 ലോട്ട് യൂസ് ചെയ്യുന്നവർക്ക് 1000 to 1200 ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടാവും. നിങ്ങൾ അതായത് ഇതിനെ ഒരു സൈഡ് ഇൻകമായിട്ട് എടുത്തവർ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് മന്ത്ലി ടേൺ ഓവർ നോക്കുമ്പോൾ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും. മിനിമം നിങ്ങൾ ഡെയിലി 1000 rupees പ്രോഫിറ്റിലായിരിക്കും. സിംഗിൾ ലോട്ടുകാരുടെ കാര്യമാണ് പറയുന്നത്. കാരണം ഇന്നിപ്പോൾ നമുക്ക് 10 പോയിൻ്റാണ് ലഭിച്ചതെന്ന് വിചാരിച്ചോളൂ, അടുത്ത ദിവസം നമുക്ക് 20-ഓ 25-ഓ പോയിൻ്റ് ലഭിച്ചേക്കാം. ഇനി അടുത്ത ദിവസം നമുക്ക് 10 പോയിൻ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയേക്കാം. എന്നിരുന്നാലും മന്ത്ലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ടേൺ ഓവർ ഇൻകം വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്രധാനമായും ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ സാന്ദർഭികമായിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്ന് മാത്രം. ഇന്ന് സാറ്റർഡേ ആണ്, നമുക്ക് ട്രേഡിംഗ് ഹോളിഡേ ആണ്. ഞാൻ ഫോറക്സ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ന് ബിറ്റ്കോയിൻ വളരെ എന്താ പറയുക ഒരു 2 പോയിൻറ്റിനകത്തൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ട്രേഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രധാനമായും ഈ വീഡിയോയിൽ ഞാൻ വന്നത് ആൽഗോ ഇൻഡിക്കേറ്റർ എന്നുള്ള ഒരു സംഗതി നമ്മുടെ കൈവശമുണ്ട്, പലർക്കും കൊടുത്തിട്ടുണ്ട്. 100% അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റിലൂടെ ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് എടുപ്പിക്കുന്നില്ല. നിർബന്ധിച്ച് നിങ്ങൾ എടുക്കൂ, നിങ്ങൾക്ക് ഇനി മുതൽ ഭയങ്കര പ്രോഫിറ്റായിരിക്കും, നിങ്ങൾക്ക് ലോസേ സംഭവിക്കില്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ഇതെല്ലാം മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ, ഇതെല്ലാം കോഡുകൾ വെച്ച് മനുഷ്യനിർമ്മിതമായ ഒരു ടെക്നോളജിയാണത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലോസ് സംഭവിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ചാർട്ടിലേക്ക് കടക്കുകയാണ്. ഇനി നമ്മൾ ചാർട്ടിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ട്രേഡിംഗ് വ്യൂവിലാണ്. ഇതിനു വേണ്ടി ട്രേഡിംഗ് വ്യൂയുടെ പ്രീമിയം വേർഷൻ നിങ്ങൾ എടുക്കണമെന്നില്ല. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള സംഗതികൾ തന്നെ മതിയാവും. ഇപ്പോൾ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കൂ, ഇത് ബിറ്റ് കോയിനാണ്. ഇന്ന് ബിറ്റ് കോയിൻ ഓപ്പൺ ആണ്, നിങ്ങൾക്കറിയാമല്ലോ. ക്രിപ്റ്റോ കറൻസി 24/7 ആണ്. ഇപ്പോൾ ഇത് 15 minutes ടൈം ഫ്രെയിമാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 15 minutes ടൈം ഫ്രെയിമിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെൽ സിഗ്നൽ നമുക്ക് ലഭിച്ചു. ഇത് ആൽഗോ ഇൻഡിക്കേറ്ററിലാണ് സെൽ സിഗ്നൽ ലഭിക്കുന്നത്. നമുക്കിവിടെ സെൽ സിഗ്നൽ ലഭിച്ചു. ഇവിടെ നിന്നും കുറച്ച് താഴെ നിന്നതിന് നമുക്ക് എൻട്രി ലഭിച്ചു. ഇതുവരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ,
1100 പോയിൻ്റ്, അതായത് 11 ഡോളർ, 11 USD വന്നിട്ടുണ്ട്. 110 പിപ്സ് PIPS ഡൗൺ സൈഡിലേക്ക് വന്നു. ഓക്കെ, പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 100% അവകാശവാദങ്ങളില്ല. ശ്രദ്ധിച്ച് ചെയ്യുന്നവന് ഇത് പ്രോഫിറ്റായിട്ട് നമുക്ക് എന്നും അവസാനിപ്പിക്കാം. ഇവിടെ നിന്നും നമ്മൾ എൻട്രി എടുത്തു. അടുത്തത് ബൈ സിഗ്നൽ കാണുന്നത് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവകാശവാദങ്ങളില്ല എന്നുള്ളത്. ഈ സിഗ്നലെ സംബന്ധിച്ചിടത്തോളം അല്ല പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പോൾ അടുത്തത് ബൈ സിഗ്നൽ ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നാൽ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്തു. അടുത്ത ബൈ സിഗ്നൽ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെയാണ്. ബൈ സിഗ്നൽ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ ബൈ സിഗ്നൽ വരുമ്പോൾ ഇവിടെ ഇത്ര ഡൗണ് 11 USD വന്നതിന് ശേഷം ഇത് തിരിച്ച് കയറുകയാണ്. തിരിച്ച് കയറുന്ന സമയത്ത് എന്തായാലും നമ്മൾ എക്സിറ്റ് അടിക്കും. ഓക്കെ, പക്ഷേ ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, അറിയാത്തവരുടെ കാര്യം പറയുന്നത്. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ബൈ സിഗ്നൽ കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് മേലേക്ക് പോയാലും വീണ്ടും താഴത്തേക്ക് തന്നെ വരും എന്നുള്ളത്. അതൊരു മൂഢവിശ്വാസമാണ്. കാരണം ഇപ്പോൾ ഇൻഡിക്കേറ്ററിനെ സംബന്ധിച്ചിടത്തോളം സെൽ സിഗ്നൽ നമുക്ക് തന്നു, നേരെ ഡൗൺ സൈഡിലേക്ക് വന്നു. അത് തിരിച്ച് കയറുന്ന സമയത്ത് നമുക്ക് സെൽ സിഗ്നൽ കിട്ടിയിട്ടില്ല. ഷുവറായ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ബൈ സിഗ്നൽ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ബൈ സിഗ്നൽ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് അവിടെ നിന്നാണ് എക്സിറ്റ് അടിക്കുന്നതെങ്കിൽ നോക്കൂ, നമുക്ക് 4 USD കിട്ടുള്ളൂ. അതേസമയം ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. ഈ ഒരു ക്യാൻഡിൽ അവസാനിക്കുന്നത് വരെ ഈ ഒരു 15 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിന്നും എൻട്രി എടുത്തിട്ട് നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്ത് ഒരു ചെറിയ റീടെസ്റ്റ് മേലേക്ക് വന്നല്ലോ. അപ്പോൾ ഇതുവരെ നോക്കിയാൽ മതി, 6.5. അപ്പോഴും 2 USD 2.5 USD കൂടുതലാണ്. അപ്പോൾ അടുത്ത ബൈ സിഗ്നൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് പ്രോഫിറ്റ് മതി എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഈ ആൽഗോ ഇൻഡിക്കേറ്റർ കൊണ്ട് എത്ര ആയാലും നിങ്ങൾ 100ഉം 90ഉം 80ഒന്നും കൂട്ടണ്ട, ഒരു 70% നമുക്ക് സക്സസ്ഫുൾ ആവും, സാറ്റിസ്ഫൈഡ് ആവും. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് നമുക്ക് ബൈ സിഗ്നൽ ലഭിച്ചു. നേരെ ഇതാണ് എൻട്രി, 5 USD കിട്ടി. നമ്മൾ ഇവിടെ നിന്നും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈം നമ്മൾ നോക്കൂ, 2:15 സാറ്റർഡേ 2:15 മോർണിംഗ് 2:15 ഇവിടെ നോക്കൂ, ഇതാണല്ലോ ലാസ്റ്റ്. ഇവിടെ 8:30. അപ്പോൾ 2:15 8:30 6 മണിക്കൂർ. 6 മണിക്കൂറിനകത്ത് നമുക്ക് 2 സിഗ്നലാണ് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും അത് കൺഫർമേഷൻ ആവണം, എങ്കിൽ മാത്രമേ ഈ സിഗ്നൽ വീഴുകയുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഗോൾഡ് എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഗോൾഡ് ഇന്നലെ ഈവനിങ് നല്ലൊരു വീഴ്ച വീണു. 2938 വരെ വന്നതിന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു വരവ് വന്നു. നമുക്ക് 2939.88 വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു സെൽ സിഗ്നൽ ലഭിച്ചു. ഈ സെൽ സിഗ്നൽ ലഭിച്ചതിന് ശേഷം നമ്മൾ എടുത്താൽ എത്ര 58,000 പോയിൻ്റാണ്, അതായത് 58 USDT. സിംഗിൾ ലോട്ടാണ് കേട്ടോ പറയുന്നത്, 0.01 ലോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് അതിന് താഴെ ലോട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 5 ലോട്ടൊക്കെ എടുത്തവന് 5 25 എത്ര 250ഓളം ഡോളറായി. 250 × 90 പറയുമ്പോൾ 18 പൈസ എത്രയായി. അപ്പോൾ ഇത് നോക്കൂ, എത്ര പെർഫെക്റ്റാണ് നോക്കൂ. ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ തന്നെ ഇതുവരെ ഈ ക്യാൻഡിൽ വന്നതിന് ശേഷം നമുക്കൊരു റീടെസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ഇവിടെ എക്സിറ്റ് ആയാൽ തന്നെ നോക്കൂ, ഇവിടെ എക്സിറ്റ് ആയാൽ തന്നെ നമുക്ക് 17 USDT കിട്ടി. 17 USDT പറയുമ്പോൾ 90ഉം 7ഉം 63ഉം 1500 സംതിങ് രൂപയായില്ല നമ്മുടെ ഇന്ത്യൻ മണി. ഇനി ഇവിടെ നിന്നും നമ്മൾ റീടെസ്റ്റ് നടക്കുമ്പോൾ എക്സിറ്റ് അടിച്ചുകൊണ്ട് $15 കിട്ടിയുള്ളൂ. ഇനി
അതിനുശേഷം വീണ്ടും ഇവിടെ നമുക്ക് താഴത്തേക്ക് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ നമുക്ക് സാധിക്കില്ല, നമുക്കറിയില്ല താഴത്തേക്ക് വരും മേലേക്ക് പോകുന്നുള്ളത്. അതേസമയം പ്രീവിയസ് ലോ, അതായത് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ബോട്ടം ഭാഗം കണ്ടില്ലേ, അവിടെ നിന്നും താഴേക്ക് വരുമ്പോൾ അവിടെ നിന്ന് എടുത്താലും നെക്സ്റ്റ് നോക്കൂ വീണ്ടും 17. കാരണം അവിടെ ഒരു ഗ്രീന് വന്നിട്ടുണ്ട്. ഗ്രീന് വരുമ്പോൾ നമ്മൾ എന്തായാലും എക്സിറ്റ് അടിക്കണം. എൻ്റെ ഒരു പോളിസിയാണത്. കാരണം നമുക്കൊരു $10-15 കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കാമല്ലോ. 1000-1500 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ നമ്മൾ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് അത്യാർത്ഥിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ഈ ട്രേഡർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘവീക്ഷണമില്ലാതെയും മാർക്കറ്റിനെക്കുറിച്ച് ഒരു ധാരണ, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചിന്തയില്ലാതെ, ഒരു ധാരണയില്ലാതെ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കണ്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ തുടക്കത്തിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ്, അതിപ്പോൾ ഈ ഇടയിൽ പറയുകയാണ്. നമുക്ക് നഷ്ടപ്പെടാൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പല വഴികളാണ്. ഒന്ന്, ബ്രോക്കറേജ്. ആ വഴിക്ക് 100 രൂപ പോയി എന്ന് വിചാരിച്ചോളൂ ഒരു ട്രേഡിങ്ങിന്. 2, നമ്മൾ മുകളിലേക്ക് കയറുന്നതിൻ്റെ ഡബിൾ മടങ്ങായിരിക്കും താഴത്തേക്ക് വരിക. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ അത് പ്രീമിയം പിടിക്കലും ടൈം പിടിക്കലും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരുപാട് നേരം സൈഡ് വേയിൽ കൂടെ കടന്ന് കളിക്കുന്ന ഒരു സാധനം സ്ട്രൈക്ക് പ്രൈസിലേക്ക് നോക്കുമ്പോൾ അത് പല മടങ്ങ് അല്ലെങ്കിൽ 2 മടങ്ങെങ്കിലും താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊരു വഴി. ടൈം ഡിക്ക്, പ്രീമിയം ഡിക്ക്, അതേപോലെ ബ്രോക്കറേജ് ഇത്യാദി പല വിധത്തിലുള്ള ഏത് വഴിക്ക് നോക്കിയാലും പ്രോഫിറ്റിനേക്കാളും പച്ച കത്തുന്നതിനേക്കാളും കൂടുതലായിട്ടും നമുക്ക് റെഡിലേക്കാണ് വീഴുക. ഈ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗ്രീനിലേക്ക് എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു റാലി കിട്ടുന്നതോട് കൂടിയിട്ട് നമ്മൾ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നു. നമ്മൾ അവിടെ ഹോൾഡ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ കുറേശ്ശെ കറങ്ങി വട്ടം തിരിഞ്ഞ് കുറച്ച് താഴെ വന്ന് കുറച്ച് മേലെ പോയി വരുമ്പോൾ നമുക്ക് 15 പോയിൻ്റ് കിട്ടിയ പ്രോഫിറ്റ് ചിലപ്പോൾ താഴത്തേക്ക് വരുമ്പോൾ അത് 10 മാറിയിട്ടുണ്ടാകും. ഫോറക്സിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഫോറക്സിൽ അങ്ങനെ ടൈം ഡിക്കയോ പ്രീമിയം ഡിക്കയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ബ്രോക്കറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ലോട്ടിന് എത്ര 0.2 പോയിൻറ്റോ 0.23 പോയിൻറ്റ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. അതായത് $1 10-15%. മനസ്സിലായില്ലേ? 100%-ത്തിലല്ല, $1 15 ഭാഗം. $1 എന്ന് പറയുമ്പോൾ 100 വെച്ചോളൂ, അതിൻ്റെ 15 ഭാഗം, അതായത് ₹1 15 പൈസ എന്ന് വെച്ചോളൂ. ഓക്കെ, ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ നഷ്ടപ്പെടാൻ പല വഴികളുണ്ട്, നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ ഒരു വഴിയുമില്ല. ലക്കി അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുന്ന ആ ഒരു ഗ്രീൻ, അവിടെ നമ്മൾ ഇറങ്ങിക്കൊള്ളുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് ഇന്നലെ ഗോൾഡിൽ സംഭവിച്ചാണ്. അതേസമയം നോക്കൂ, ഇവിടെ ബൈ സിഗ്നൽ തന്നു, കാര്യമായിട്ടുള്ളൊരു ചലനം ഉണ്ടായിട്ടില്ല, ചെറിയ തോതിലുള്ള റണ്ണിങ് ആണ് നടന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ബൈയിങ് പ്രഷർ വന്നുകൊണ്ടാണ് ആ സിഗ്നൽ കിട്ടിയത്. എന്നിരുന്നാലും $10 വന്നിട്ടുണ്ട്, 11 പോയിൻറ്റ് നോക്കൂ. അപ്പോൾ നിസ്സാരമല്ല. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക 2 പോയിൻറ്റ് 3 പോയിൻ്റൊക്കെയാണ്. കാരണം കിട്ടിയത് കളയണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. അത് മറ്റൊരു നഷ്ടമാണ്. അതായത് നമുക്ക് നഷ്ടപ്പെടാൻ കുറേ ഉണ്ട് പറഞ്ഞല്ലോ, അതിലൊരു കാരണമാണ് നമ്മളെപ്പോഴും റെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് കയറും എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഹോൾഡ് ചെയ്യും. ഏറ്റവും വലിയ അബദ്ധമാണത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ നിൽക്കണം. അതേസമയം നമ്മൾ പ്രോഫിറ്റിലേക്കാണ് വന്ന് വിചാരിച്ചോളൂ, ചിലപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കാനും അവിടെ ഒരു ചെറിയ ഒരു സസ്റ്റെയിൻ ആയിരിക്കും, കണ്ടിന്യൂ അത് മുകളിലേക്ക് തന്നെ പോകാനായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത? അയ്യോ ഇത് താഴേക്ക് വരുമോ, താഴേക്ക് വന്നാലോ, അപ്പോൾ ചെറുതായിട്ട് താഴേക്ക് വരും, അയ്യോ താഴേക്ക് വന്നു. ആ ഒരു പേടിയിൽ നമ്മൾ എക്സിറ്റ് അടിക്കും. കിട്ടിയതും പോകുമല്ലോ എന്നുള്ള പേടിയിൽ എക്സിറ്റ് അടിക്കും. റെഡിലേക്ക് വരുമ്പോൾ തിരിച്ച് കയറുമെന്നുള്ള പ്രതീക്ഷയിൽ ഹോൾഡ് ചെയ്യും. ഇതാണ് നഷ്ടം മറ്റൊന്ന്. അപ്പോൾ നഷ്ടപ്പെടാൻ പല വഴികളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗോൾഡിൻ്റെ ബിറ്റ് കോയിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. ഇന്നലെ നിഫ്റ്റിയിൽ എന്താണ്, ഏതൊക്കെ സിഗ്നലുകളാണ് കിട്ടിയത് നോക്കാം.
ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു സെൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. കാര്യമായിട്ടുള്ള ഒരു റീടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല. കംപ്ലീറ്റ്ലി 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നോക്കൂ, കംപ്ലീറ്റ്ലി ഇതുവരെ എത്ര 380 പോയിൻറ്റ് 1.6%. അത്രയാണ് ഇന്നലെ ഈ ഒരു സിഗ്നലിൽ മാത്രം. അതിനുശേഷം ഇവിടെ ഒരു ബൈ സിഗ്നൽ ലാസ്റ്റ് എൻഡിങ് ടൈമിൽ വന്നു. എപ്പോഴും ഞാനൊരു കാര്യം പറയുന്നു, മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയം പരമാവധി ട്രേഡ് എടുക്കാതിരിക്കുക. പക്ഷേ ഇത് 2:30 മണിക്കാണ് സിഗ്നൽ ഫോം ആയിരിക്കുന്നത്. ഇല്ല, സോറി, ഈ ഗ്രീനിലല്ല ഫോം ആയിരിക്കുന്നത്, ഈ റെഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കൂ, ഇത് നമുക്ക് കബളിപ്പിക്കലാണ്. കബളിപ്പിക്കൽ മീൻസ് മാർക്കറ്റിൻ്റെ കബളിപ്പിക്കലാണ്. അതായത് ഓപ്പറേറ്റർ ഗെയിം എന്ന് പറയും. ഇവിടെ ആൽഗോ ഇൻഡിക്കേറ്ററിന് അല്ലെങ്കിൽ ആൽഗോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരു പ്രഷർ വരുമ്പോൾ എന്ത് ചെയ്യും? ബൈ സിഗ്നൽ കാണിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ബൈ സിഗ്നൽ കാണിച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ നേരെ മുകളിലേക്ക് പോയപ്പോൾ 60 പോയിൻറ്റ് മുകളിലേക്ക് പോയി. അതിന് ശേഷമാണ് ഡൗണിലേക്ക് വന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാലും ബൈ പ്രഷർ കാണിച്ചതുകൊണ്ട് ഇവിടെ ബൈ സിഗ്നൽ ലഭിച്ചു. ഇവിടെ നോക്ക്, ബൈ സിഗ്നൽ ലഭിച്ചു. അതേസമയം ഇവിടെ സെൽ സിഗ്നൽ ലഭിച്ചത് സക്സസ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ആൽഗോ ഇൻഡിക്കേറ്റർ വെച്ച് ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡിങ്ങും ആർക്കും സുരക്ഷിതമല്ല എന്നുകൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, ഒരു സെൽ സിഗ്നൽ തന്നതിന് ശേഷം അത് അടുത്ത ബൈ സിഗ്നൽ എവിടെയാണ്? ഇവിടെ നിന്നും സെൽ സിഗ്നൽ തന്നതിന് ശേഷം അടുത്ത ബൈ സിഗ്നൽ ഇവിടെയാണ്. എത്ര പോയിൻ്റാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെട്ടിപ്പോവും. അത്രത്തോളം. ഇവിടെ നോക്കൂ, ബൈ സിഗ്നൽ ഇതുവരെ, സെൽ സിഗ്നൽ ഇതുവരെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഞാൻ നിർബന്ധിക്കുന്നില്ല ആരും ഇനി ഇത് വാങ്ങിയിട്ട്, ഇപ്പോൾ നേരത്തെ വാങ്ങിയവരുണ്ടെങ്കിൽ അവർക്ക് കാര്യമായിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും സംശയങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെടണം. പുതിയ എടുക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത്, ഇത് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ അറിയാകയോ, ഇത് അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യും. ചിലപ്പോഴൊക്കെ നഷ്ടം വരാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നും പൂർണ്ണമല്ല, നമ്മൾ വിചാരിക്കുന്നതൊന്നും പൂർണ്ണമല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. ചെറിയ പൈസയുള്ളൂ. എല്ലാവരും ചെയ്യുന്നത് പോലെ മന്ത്ലി സബ്സ്ക്രിപ്ഷനോ അതല്ലെങ്കിൽ ഒരു വർഷ സബ്സ്ക്രിപ്ഷനോ അല്ലെങ്കിൽ മാസം അതിനൊരു റെൻറ്റോ സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ടല്ലോ, അതോ അങ്ങനെ ഒന്നും ഈടാക്കുന്നില്ല. ചെറിയൊരു പൈസയ്ക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങളുടെ Gmail ഇത് കോഡ് പേസ്റ്റ് ചെയ്ത് തരികയാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ചെറിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ. പക്ഷേ ആരുടെയും സഹായമില്ലെങ്കിലും മാർക്കറ്റ് എന്താണെന്നുള്ളതും, എന്താണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്നുള്ളതും, എന്താണ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സുകൾ എന്താണെന്നുള്ളതും, അതേപോലെ തന്നെ സെക്ടറുകൾ എന്താണെന്നുള്ളതും, ഷെയർ ടോട്ടലി ബേസിക്കലി നിങ്ങൾക്കൊരു നോളജ് വേണം. അല്ലാതെ മാർക്കറ്റാണ്, അതിൽ നിന്ന് ഇറക്കിയ പൈസ കിട്ടും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിലേക്ക് വരരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലൂടെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങാനും നിൽക്കണ്ട. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. മറ്റൊരു വീഡിയോയുമായി ഇനി നാളെ സൺഡേ, നാളെ കാണാം. ഓക്കെ, ബൈ.